Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Manohar Jewellery's Jewel House, Jewel Junction, Payyannur. Arabian Jewellers, Payyannur and Trikkaripur. Kallarakal's Gold Park, Payyannur. White House, National Highway, Chiruvuttur, Anchulikara. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. തൃക്കരിപ്പൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ടി വി കോരൻ നിര്യാതനായി. വെള്ളിയാഴ്ച പുലർച്ചെ തൃക്കരിപ്പൂർ ടൗണിലെ വസതിയിലായിരുന്നു അന്ത്യം. കേരള നിയമസഭ ആദ്യ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രം കൂടിയായിരുന്നു ടി വി കോരന്റെ ജീവിതം. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് രഹിത പഞ്ചായത്തായി പിലിക്കോട് ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിൽ നടപ്പാക്കിയ ഊർജ്ജയാനം പദ്ധതി സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കാൻ സർക്കാർ തീരുമാനം. സർവീസിൽ വരുമാനം ഉയർത്തിയിട്ടും വിവാദങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും KSRTCക്ക് പഞ്ഞമില്ല. കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിൽ KSRTC ബസ്സുകൾ ഓടുന്നത് തോന്നിയ പടി. പ്രവൃത്തി പൂർത്തീകരിച്ച അടിപ്പാതകൾ തന്നെ ചോദ്യചിഹ്നങ്ങളാകുമ്പോഴാണ് തൃക്കരിപ്പൂരിൽ ഇളമ്പച്ചി തലിച്ചാലം അടിപ്പാതയ്ക്ക് സമീപത്തായി തൃക്കരിപ്പൂർ രാമവില്യം റെയിൽവേ അടിപ്പാതയ്ക്ക് നടപടികൾ പുരോഗമിക്കുന്നത്. സർവേകളും മണ്ണ് പരിശോധനയും പൂർത്തിയാക്കിയ നിർദ്ദിഷ്ട അടിപ്പാത ജനങ്ങളിൽ ആശങ്കയുണർത്തുകയാണ്. കേരളത്തിലേക്കുള്ള വൈക്കോൽ കടത്ത് കർണാടക സർക്കാർ നിരോധിച്ചതോടെ ക്ഷീര കർഷകർ കടുത്ത പ്രതിസന്ധിയിലായി. മലബാറിന്റെ ഭൂരിഭാഗം കർഷകരും കർണാടക വൈക്കോലിനെ ആശ്രയിക്കുന്നവരാണ്. വാർത്തകളിലേക്ക് വിശദമായി. തൃക്കരിപ്പൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ടി വി കോരൻ നിര്യാതനായി. വെള്ളിയാഴ്ച പുലർച്ചെ തൃക്കരിപ്പൂർ ടൗണിലെ വസതിയിലായിരുന്നു അന്ത്യം. അവിഭക്ത കണ്ണൂർ ജില്ലയിൽ ആദ്യം PSPയിലും പിന്നീട് കോൺഗ്രസിലും നേതൃനിരയിൽ പ്രവർത്തിച്ചു. PSPയുടെ കണ്ണൂർ ജില്ലാ ഭാരവാഹി, കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ്, കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സംഘം പ്രസിഡന്റ്, ആധാരമെഴുത്ത് അസോസിയേഷൻ നേതാവ് എന്നീ നിലകളിൽ ടി വി കോരൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പരേതയായ ദേവകിയാണ് ഭാര്യ. K വേണുഗോപാലൻ, സുമതി, പുഷ്പവേണി, കൃഷ്ണവേണി, രാജേഷ്, ധനഞ്ജയൻ, പരേതനായ ഹരീന്ദ്രനാഥ് എന്നിവരാണ് മക്കൾ. തീർച്ചയായും സമൂഹത്തിനും ഞങ്ങളുടെ ആധാരമെഴുത്ത് വിഭാഗത്തെ ഒന്നിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള ഭരതനാട്ടിലെ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ശ്രീ ടി വി കോരാട്ടിൻ്റെ മരണം തീർച്ചയായും നമ്മുടെ ആധാരമെഴുത്ത് മേഖലയിലും പൊതുരംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺഗ്രസിന് വളരെയധികം നഷ്ടം ഉണ്ടാക്കും. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ കാസർഗോഡ് ജില്ലാ ഹൗസിംഗ് സഹകരണ സംഘത്തിൻ്റെ ആദരാഞ്ജലികൾ. ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായി തൃക്കരിപ്പൂർ ടൗണിൽ മൗനജാഥയും തുടർന്ന് സർവകക്ഷി അനുശോചന യോഗവും സംഘടിപ്പിച്ചു. ജാഥയിൽ നിരവധി പേർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള നിയമസഭ ആദ്യ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രം കൂടിയായിരുന്നു ടി വി കോരന്റെ ജീവിതം. കേരള മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടിനെ കേരളത്തിന്റെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ഗോതയിൽ നേരിട്ട പോരാളിയാണ് വെള്ളിയാഴ്ച പുലർച്ചെ തൃക്കരിപ്പൂരിൽ നിര്യാതനായ ടി വി കോരൻ. പ്രഥമ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ മുഖ്യമന്ത്രി EMSനെതിരെ നീലേശ്വരം ദ്വയാംഗ മണ്ഡലത്തിൽ PSPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു ഇദ്ദേഹം. അന്ന് കടുത്ത മത്സരത്തിലൂടെ EMS ജയം കണ്ടപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന ടി വി കോരൻ രണ്ടാമതെത്തി. വിജയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായ EMS നമ്പൂതിരിപ്പാടിന് 38,090 വോട്ടും PSP സ്ഥാനാർത്ഥിയായ ടി വി കോരന് 24,202 വോട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണന്
20,938 വോട്ടുമാണ് ലഭിച്ചിരുന്നത്. തൊട്ടടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും PSPയും ഒന്നിച്ചു നിന്നതോടെ മണ്ഡലത്തിൽ അവർ വിജയിച്ചിരുന്നു. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ശക്തിയേറിയ കാലഘട്ടത്തിലാണ് സംഘടനയ്ക്കായി പ്രമുഖനെ നേരിടാൻ പാർട്ടി ഇദ്ദേഹത്തെ നിയോഗിച്ചത്. നീലേശ്വരം ദ്വയാംഗ മണ്ഡലത്തിൽ അന്ന് പോരടിച്ചപ്പോഴും കുറച്ചു വർഷങ്ങളായി തൃക്കരിപ്പൂർ ടൗണിൽ തന്നെയുള്ള വീട്ടിൽ വിശ്രമജീവിതം നയിക്കുമ്പോഴും TV കോരൻ എന്ന രാഷ്ട്രീയക്കാരന് മാറ്റമുണ്ടായിരുന്നില്ല. സഹകരണ പ്രസ്ഥാനത്ത് അരനൂറ്റാണ്ടുകാലം ഈ പ്രദേശത്തും ജില്ലയിലും സംസ്ഥാന തലത്തിലും ഏറ്റവും സജീവമായി രംഗത്തുണ്ടായിരുന്ന പ്രിയപ്പെട്ട ശ്രീ TV കോരേട്ടൻ്റെ കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല മലബാറിലെ സഹകരണ പ്രസ്ഥാനത്തിനും അതോടൊപ്പം ഈ രാജ്യത്തെ മതേതര സംവിധാനം ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾക്കും ഒരു തീരാത്ത നഷ്ടമാണ്. പതിറ്റാണ്ടുകൾ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലും പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും നേതൃത്വ നിരയിൽ പ്രവർത്തിക്കവേ തന്റെ ഉപജീവനമാർഗമായ ആധാരമെഴുത്ത് അദ്ദേഹം കൈവിട്ടിരുന്നില്ല. സ്കൂട്ടറിൽ തൃക്കരിപ്പൂർ ടൗണിലെ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ആധാരമെഴുത്ത് ഓഫീസിലെത്തി തൊഴിലിലെ സജീവ സാന്നിധ്യം അദ്ദേഹം നിലനിർത്തിപ്പോന്നു. പിന്നീട് നടന്നുവന്നും തൊഴിൽ ചെയ്തു പോന്നിരുന്നു. വിശ്രമ ജീവിതത്തിനിടയിൽ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖരെല്ലാം TV കോരനെ വീട്ടിലെത്തി സന്ദർശിക്കാറുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ഉത്തര കേരളത്തിൽ ഏറ്റവും മുഖ്യമായ പങ്കുവഹിച്ച ഒരു നേതാവാണ്. സഹകരണ രംഗത്താണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ജില്ലാ ബാങ്കിൻ്റെ അവിഭക്ത ജില്ലയിൽ ജില്ലാ ബാങ്കിൻ്റെയൊക്കെ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് സഹകരണ മേഖലയിൽ നിസ്തുലമായിട്ടുള്ള സംഭാവനകൾ അർപ്പിച്ച അദ്ദേഹം രാഷ്ട്രീയ എതിരാളികൾക്ക് കൂടി സ്വീകാര്യനായിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോട് ഏറ്റുമുട്ടാൻ അദ്ദേഹം എന്നും കാണിച്ചിട്ടുള്ള തൻ്റെ ഇടവും നിർഭയത്വവും അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂർ റൂറൽ ഹൗസിംഗ് സൊസൈറ്റിയുടെ പുതിയ കെട്ടിടോദ്ഘാടനത്തിന് എത്തിയപ്പോൾ അദ്ദേഹത്തെ വീട്ടിലെത്തി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദരിച്ചിരുന്നു. നീലേശ്വരം ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയുടെ പ്രസിഡന്റായി 3 പതിറ്റാണ്ട് കാലത്തോളം മുന്നിൽ നിന്ന് നയിക്കുവാനും ഇദ്ദേഹത്തിന് സാധിച്ചു. നീലേശ്വരം ബ്ലോക്ക് ഹൗസിംഗ് സൊസൈറ്റി എന്ന പേരിൽ നേരത്തെ പ്രവർത്തിച്ചു വന്ന ഈ സഹകരണ പ്രസ്ഥാനം സംസ്ഥാനത്ത് തന്നെ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ TV കോരന്റെ പ്രയത്നം ഏറെ പ്രശംസനീയമാണ്. രാഷ്ട്രീയ കേരളം എന്നും ആവേശപൂർവ്വം ഓർമ്മിക്കും എന്ന് സ്മരിക്കുകയുമുണ്ടായി. നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും കരുത്തനായ ഒരു കാരണവരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഏറ്റ ഈ നഷ്ടം നികത്താൻ ജനാധിപത്യ ബോധമുള്ള എല്ലാ ജനതകളും പോരാട്ടൻ്റെ ഓർമ്മയോടൊപ്പം ഉണ്ടാകണം എന്ന് മാത്രമാണ് അവർക്ക്. പരേതന്റെ വസതിയിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് പുറമെ കാസർഗോഡ് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, PK ഫൈസൽ, കണ്ണൂർ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി, മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് VKP ഹമീദ് അലി, CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് VPP മുസ്തഫ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ, ആധാരമെഴുത്ത് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MP ഉണ്ണികൃഷ്ണൻ, KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ, സ്വാതന്ത്ര്യ സമര സേനാനി KR കണ്ണൻ, KPCC സെക്രട്ടറി K നീലകണ്ഠൻ, KPCC അംഗം KV ഗംഗാധരൻ തുടങ്ങി വിവിധ തുറകളിലെ ആളുകളെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. പക്ഷെ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അതുപോലെ അദ്ദേഹത്തിനുള്ള അംഗീകാരങ്ങൾ ലഭ്യമായോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ആധാരമെഴുത്തുകാരൻ എന്നുള്ള നിലയിലും വ്യത്യസ്തമായൊരു മണ്ഡലത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ആ നിലയിലെല്ലാം ദീർഘകാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ദീർഘമായ ശേഷിപ്പുകളുള്ള കോരേട്ടൻ്റെ നിര്യാണത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പേരിലുള്ള അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തി. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കോഴിക്കോട് MP ആയ MK രാഘവൻ എന്നിവർക്ക് വേണ്ടി റീത്തും സമർപ്പിച്ചു. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് തങ്കയം സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു. പരേതനോടുള്ള ആദരസൂചകമായി തൃക്കരിപ്പൂർ ടൗണിൽ ഉച്ചവരെ കടകളടച്ച് ഹർത്താലും ആചരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഗാന്ധി ഇന്ത്യ ജ്വലിക്കട്ടെ, ഗോഡ്സെ ചിന്ത മരിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായി വെളിച്ചത്തിലേക്ക് നടക്കാമെന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക യാത്രയുടെ 2ാം ദിന പര്യടനം പയ്യന്നൂരിൽ സമാപിച്ചു. കണ്ണൂർ ജില്ലാതല പര്യടനത്തിന് വെള്ളിയാഴ്ച രാവിലെ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നിന്നും തുടക്കമായി. സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്നവർ മാത്രം ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നാൽ മതിയെന്ന സ്ഥിതിയാണ് പരമോന്നത നീതിപീഠത്തിൽ പോലുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് അഭിപ്രായപ്പെട്ടു. ഹിന്ദു മഹാസഭയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പൂജ പാണ്ഡെ ഗാന്ധിയുടെ ചിത്രത്തിന് നേരെ വെടിയുതിർക്കുന്നു. രക്തം വീഴുന്നതായി കാണിക്കുന്നു. വീണ്ടും വീണ്ടും വെടിയുതിർക്കുന്നു. അവർ തന്നെ അത് പത്രങ്ങളിൽ കൊടുക്കുന്നു.
ഗാന്ധിയെ വധിച്ച ഗോഡ്സെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കോടതിയിൽ വക്കീലിനെ വെക്കാതെ വാദിച്ചുകൊണ്ട് പറഞ്ഞത് നമുക്കറിയാം. എനിക്ക് ഈ കൃത്യത്തിൽ യാതൊരുവിധ പ്രായശ്ചിത്തവുമില്ല. ഗാന്ധിയെ വധിക്കാൻ ഞാൻ വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നു, ഒരുങ്ങിയിരിക്കുകയായിരുന്നു. ഈ മണ്ണിനെ ഹിന്ദു രാജ്യമാക്കാതിരിക്കാൻ അതിന് എതിരു നിന്നത് ഗാന്ധിയാണ്. അതുകൊണ്ട് ഗാന്ധിയുടെ നിഷ്കാസനം എന്ന് എന്റെ ഏറ്റവും മഹത്തായ കൃത്യമായി ഞാൻ കാണുന്നു എന്ന് ഗോഡ്സെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. ഇന്ന് നിങ്ങൾ കാണുന്ന ഇന്ത്യ ഗോഡ്സെമാരുടെ പിൻതലമുറക്കാർ ഉറഞ്ഞുതുള്ളുന്ന ഇന്ത്യയാണ്. ഈ പൂജ പാണ്ഡെ ഗാന്ധിയുടെ ഫോട്ടോക്ക് നെഞ്ചിന് നേരെ പിടിച്ച തോക്ക് മരിച്ച ഗാന്ധിയുടെ നെഞ്ചിന് മാത്രം എതിരെ പിടിച്ച തോക്കല്ല, ഈ മണ്ണിൽ ജീവിക്കുന്ന ഓരോ മതേതരവാദിയുടെ നെഞ്ചിനു നേരെയും പിടിച്ച തോക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സംഘാടക സമിതി ചെയർമാൻ കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു. VP അപ്പുകുട്ട പൊതുവാൾ, TP ഭാസ്കര പൊതുവാൾ, TP പത്മനാഭൻ, അസീസ് തായ്നേരി, VP രാമചന്ദ്രൻ, സുരേഷ് കൂത്തുപറമ്പ്, MV പ്രദീപ് കുമാർ, ഷിബു വൈക്കം, ആനി വർഗീസ്, ഉണ്ണികൃഷ്ണൻ നായർ, കാരയിൽ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ 50ഓളം പേരെ ആദരിച്ചു. ഗാന്ധി ഇന്ത്യ ജ്വലിക്കട്ടെ, ഗോഡ്സെ ചിന്ത മരിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായി വെളിച്ചത്തിലേക്ക് നടക്കാമെന്ന സന്ദേശമുയർത്തിയാണ് സാംസ്കാരിക യാത്ര സംഘടിപ്പിക്കുന്നത്. ഏഴിമല നാവിക അക്കാദമിയിലെ മാലിന്യ സംസ്കരണത്തിന് സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലീൻ സർട്ടിഫിക്കറ്റിന് നേവൽ അക്കാദമിയിലെ മാലിന്യ പ്രശ്നം ജനജീവിതത്തിന് വെല്ലുവിളിയായി മാറുന്നുവെന്ന ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ക്ലീൻ സർട്ടിഫിക്കേഷൻ. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉന്നതതല ഉദ്യോഗസ്ഥർ നേവൽ അക്കാദമിയിലെത്തിയത്. അക്കാദമി പ്രദേശത്തെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നതായാണ് കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചീഫ് എഞ്ചിനീയർ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലുള്ളത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന ചീഫ് സെക്രട്ടറി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ സബ് കളക്ടറും കൊച്ചി നാവിക ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥരും രാമന്തളി പഞ്ചായത്ത് സെക്രട്ടറി ശ്രീയൻ ഹരിദാസും പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിലാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിലപാട് അവർ നൽകിയ രേഖയിലൂടെ വ്യക്തമായത്. രാമന്തളിലെ ജനജീവിതം ദുസ്സഹമാകുന്നതിന് ഇടയാക്കിയത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഒത്തുകളിയാണെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് ഇവരുടെ പുതിയ ഇടപെടലും പുറത്തായിരിക്കുന്നത്. എന്നാൽ വസ്തുതാപരമായിട്ട് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ബന്ധപ്പെട്ട ചട്ടങ്ങളും റൂളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ഈ തരത്തിലുള്ള വേസ്റ്റ് പ്ലാന്റും അതുപോലെ തന്നെ STP സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും ഒക്കെ സ്ഥാപിക്കാൻ പഞ്ചായത്തിന് ചുമതലയുള്ളൂ എന്ന കാര്യം അവിടെ വ്യക്തമാക്കി. അപ്പോൾ അങ്ങനെ വ്യക്തമാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് വേണ്ടി ആദ്യമോ തലശ്ശേരിയോ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ജില്ലാ ഭരണകൂടത്തോട് ഇവിടുത്തെ മാലിന്യ പ്രശ്നം പ്രത്യേകമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതിനിടയിൽ വളരെ നമ്മൾ ഒരു വിചിത്രമായിട്ടുള്ളൊരു കാര്യം നടന്നത്, ഈ മാലിന്യ പ്രശ്നത്തെ സംബന്ധിച്ച് നമ്മുടെ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ മറ്റ് വേദികളിലൊക്കെ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ, അതായത് ഈ മാസം 21-ാം തീയതി 2 ദിവസം മുമ്പേ 12 വർഷം മുമ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി പോലുമില്ലാതെ ജനവാസ കേന്ദ്രത്തിന് സമീപം സ്ഥാപിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റാണ് പിന്നീട് ജനങ്ങൾക്ക് ദുരിതമായി മാറിയത്. 4 വർഷം മുമ്പ് മുതലാണ് ഇതിന്റെ പരിണതഫലം ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയതും. ഇതേ തുടർന്ന് മാസങ്ങളോളം നീണ്ട പ്രതിഷേധ സമരങ്ങളും നടന്നിരുന്നു. ഇതിനിടെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന മാലിന്യ പ്ലാന്റുകൾ 3 മാസത്തിനകം അടച്ചു പൂട്ടിക്കണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവുമുണ്ടായി. ഈ വിധിയെ മറികടക്കാൻ 2017 അവസാനത്തോടെ നേവിയുടെ STP ടാങ്കിന് അനുമതി നൽകി മലിനീകരണ നിയന്ത്രണ ബോർഡ് മാലിന്യ പ്ലാന്റിന്റെ രക്ഷകർത്താവാകുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് രഹിത പഞ്ചായത്തായി പിലിക്കോട് ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഊർജ്ജയാനം പദ്ധതി സംസ്ഥാനതലത്തിൽ വ്യാപിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം.
കഴിഞ്ഞ ദിവസം നടന്ന ബജറ്റിലാണ് ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി വിജയം വരിച്ച ഊർജ്ജയാനം പദ്ധതി സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും നടപ്പാക്കും. ധനകാര്യമന്ത്രി തോമസ് ഐസക് തന്റെ ബജറ്റ് പ്രസംഗത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുകയും പഞ്ചായത്തിനെ അനുമോദിക്കുകയും ചെയ്തത്. കേരളത്തെ ഫിലമെന്റ് ബൾബ് രഹിത സംസ്ഥാനമാക്കി മാറ്റുന്നതിന് പിലിക്കോടിനെ മാതൃകയാക്കുകയാണ് പദ്ധതി. നിലവിലെ വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് വരുത്താനും സൗരോർജ്ജ ഉപയോഗം പരമാവധി വർദ്ധിപ്പിക്കുവാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതി നടപ്പാക്കിയതിലൂടെ പഞ്ചായത്തിലെ വൈദ്യുതി ഉപയോഗം ഒരു വർഷത്തിനുള്ളിൽ 1,68,000 യൂണിറ്റ് കുറഞ്ഞു. ഇതിലൂടെ 45 ലക്ഷം രൂപ ലാഭിക്കാനായി. ഘട്ടം ഘട്ടമായുള്ള സൗരോർജ്ജ വൈദ്യുതിയുടെ വ്യാപനത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിൽ അധിഷ്ഠിതമായ ഊർജ്ജ സംരക്ഷണമാണ് പിലിക്കോടിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി പൊതുസ്ഥാപനങ്ങളിലെ വിളക്കുകൾ, തെരുവു വിളക്കുകൾ പൂർണ്ണമായി LED സംവിധാനത്തിലേക്ക് മാറ്റി. 2018 ഏപ്രിൽ 12-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിലിക്കോടിനെ ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് രഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. ഇതിനുശേഷം 28,000 ഫിലമെന്റ് രഹിത ബൾബുകൾ വീടുകളിൽ വിതരണം ചെയ്തു. സർക്കാർ സ്ഥാപനങ്ങൾ ഗ്രീൻ ഓഫീസായി മാറി. ഊർജ്ജക്ഷമത കൂടിയ LED ബൾബുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം തന്നെ വൈദ്യുതിയുടെ മിതവ്യയം ശീലിക്കുന്നതിന് വേണ്ടി അനാവശ്യമായിട്ടുള്ള വൈദ്യുതി ഉപയോഗം കുറക്കുന്നതിന് വേണ്ടിയുള്ള ശീലവ്യതിയാനവും ബോധവൽക്കരണവും വളരെ പ്രയോജനപ്പെടുന്നു. ഇതുവഴി വലിയ തോതിൽ ഊർജ്ജം ലാഭിക്കാൻ കഴിഞ്ഞുവെന്ന് 2017-18 കണക്കുകൾ തെളിയിക്കുന്നുണ്ട്. 1,68,000 പരം യൂണിറ്റ് വൈദ്യുതി കഴിഞ്ഞ വർഷം ഈ പദ്ധതിയിലൂടെ ലാഭിക്കാൻ കഴിഞ്ഞുവെന്ന് KSEBയും അതുപോലെ തന്നെ EMCയും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരള സംസ്ഥാനത്ത് തന്നെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ഊർജ്ജയാനം പദ്ധതിക്ക് സമാനമായ പദ്ധതികളും പ്രവർത്തനങ്ങളും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ തുടർപ്രവർത്തനം എന്ന നിലയ്ക്ക് പദ്ധതിയുടെ തുടർച്ചയായി സോളാർ പദ്ധതിയിലേക്കുള്ള പരിവർത്തനത്തിനായി സൗരഗ്രാമം പദ്ധതി ആവിഷ്കരിച്ചു നടപ്പാക്കി വരികയാണ്. അനർട്ടിന്റെ സഹകരണത്തോടെ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളിലും സോളാർ സംവിധാനം യാഥാർത്ഥ്യമാക്കും. 57 സ്ഥാപനങ്ങളിൽ സോളാർ സംവിധാനം ഒരുക്കുവാനുള്ള പ്രവർത്തനവും ജനകീയ പുരപ്പുറ സോളാർ പദ്ധതി പ്രവർത്തനവും പഞ്ചായത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. 2016 മാർച്ച് മുതൽ 2017 മാർച്ച് വരെയുള്ള ഒരു പീരീഡാണ് നമ്മൾ ഊർജ്ജയാന പരിപാടി പദ്ധതിയായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്. 2016-17 വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ വൈദ്യുതിയുടെ ഉപഭോഗത്തിലുള്ള ലാഭം 1,1694 യൂണിറ്റ് നമുക്ക് കുറക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനകീയ പുരപ്പുറ സോളാർ പദ്ധതി ആദ്യഘട്ടത്തിൽ 100 വീടുകളിൽ നടപ്പാക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സർവീസിൽ വരുമാനമുയർത്തിയിട്ടും വിവാദങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും KSRTCക്ക് പഞ്ഞമില്ല. ചെയിൻ സർവീസ് എന്ന പേരിൽ കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിൽ KSRTC ബസ്സുകൾ ഓടുന്നത് തോന്നിയപടിയെന്ന ആക്ഷേപം ശക്തമാകുന്നു. അവധി ദിനങ്ങളിൽ പൊതുവെ കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിൽ ബസ്സുകൾ കുറവാണെന്ന പരാതികൾക്ക് പുറമെയാണ് ചെയിൻ സർവീസുകളും താറുമാറായിരിക്കുന്നത്. ബസ്സുകൾ പുറപ്പെടുവാനും എത്തിച്ചേരുവാനും ഡിപ്പോകളിൽ സമയക്രമങ്ങളുണ്ട്. എന്നാൽ സ്ഥിരം യാത്രക്കാർ ആശ്രയിക്കുന്ന ബസ്സുകൾക്ക് അതാത് സ്റ്റോപ്പുകളിലെത്താൻ പ്രത്യേക സമയമില്ലാത്ത അവസ്ഥയാണിപ്പോൾ. കണ്ണൂരിൽ ഗതാഗത മന്ത്രിയും പയ്യന്നൂരിൽ MLAയും അഭിമാനത്തോടെ ഫ്ളാഗ് ഓഫ് ചെയ്തതാണ് ഈ ചെയിൻ സർവീസ്. താവം മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുന്നത് കാത്തുനിൽക്കാതെ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തോടെ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തിരുന്നു. 10ഓളം ബസ്സുകൾ ഇതിനായി അനുവദിച്ച ആദ്യ നാളുകളിൽ സർവീസുകൾ കൃത്യസമയം പാലിച്ചിരുന്നു. എന്നാൽ സുഗമമായ ഗതാഗത സൗകര്യത്തിനായി താവം മേൽപ്പാലം തുറന്നുകൊടുത്തതോടെ സമയക്രമം പാലിച്ചിരുന്ന ബസ്സുകളുടെ വരവ് തോന്നിയപടിയാവുകയും ചെയ്തു. 20 മിനിറ്റ് ഇടവേളകളിൽ സർവീസ് നടത്തിയിരുന്ന റൂട്ടിൽ ഇപ്പോൾ ബസ്സിനായി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. TV രാജേഷ് MLAയുടെ ഇടപെടലുകളുടെ ഭാഗമായി കൊണ്ടുവന്ന TT സർവീസ് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു. കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പ് വഴി പയ്യന്നൂരിലെത്താനുള്ള 41 കിലോമീറ്റർ പഴയങ്ങാടി വഴി 36 കിലോമീറ്ററായി ചുരുങ്ങിയത് വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്കും വലിയ ഉപകാരമായിരുന്നു. ബസ്സുകളുടെ കുറവ് മൂലവും ആവശ്യത്തിന് ജീവനക്കാരില്ല എന്ന കാരണത്താൽ പതിയെ ഈ റൂട്ടിൽ നിന്നും ബസ്സുകൾ പിൻവലിക്കുകയും ചെയ്തു. യാത്രക്കാരില്ലെന്ന കാരണം പറഞ്ഞ് അവധി ദിനങ്ങളിൽ ഈ റൂട്ടുകളിൽ സർവീസ് റദ്ദാക്കുന്നതായും വ്യാപക പരാതിയുണ്ട്. രാവിലെയും വൈകിട്ടും കൃത്യമായി സർവീസ് നടത്താത്തതിനാൽ വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരുമടക്കമുള്ള യാത്രക്കാർ വലിയ പ്രയാസത്തിലുമാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചീമേനിയിൽ വ്യവസായ പാർക്ക് വരും. ഇതിനായി 4 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്.
ചീമേനിക്കാർക്ക് ഇത്തവണയും വാഗ്ദാനങ്ങളുണ്ട്. വ്യവസായ പാർക്കിനു വേണ്ടി 4 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. നേരത്തെ IT പാർക്ക് സ്ഥാപിക്കാനായി സ്ഥലം ഏറ്റെടുത്ത് മതിൽ കെട്ടിയ സ്ഥലത്താകും വ്യവസായ പാർക്ക് വരിക. 3 കോടി മുതൽ മുടക്കി ചുറ്റുമതിൽ നിർമ്മിച്ച് കെട്ടിടം പണി തുടങ്ങിയ ശേഷമാണ് ഗ്രാമീണ മേഖലയിൽ IT പാർക്ക് അനുയോജ്യമല്ലെന്ന കണ്ടെത്തലുണ്ടായത്. ഇവിടെ വരുന്ന വ്യവസായ പാർക്കിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി വ്യവസായ മന്ത്രി കിൻഫ്ര ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഇതൊക്കെ വന്നാൽ വന്നു എന്ന മട്ടാണ് നാട്ടുകാർക്ക്. ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ കേട്ട് തഴമ്പിച്ച ചീമേനിക്കാരുടെ കാതുകൾക്ക് ഇത് പുതുമയുള്ള ഒന്നല്ല. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പ്രവൃത്തി പൂർത്തീകരിച്ച അടിപ്പാതകൾ തന്നെ ചോദ്യചിഹ്നങ്ങളാകുമ്പോഴാണ് തൃക്കരിപ്പൂരിൽ ഇളമ്പച്ചി തലിച്ചാലം അടിപ്പാതയ്ക്ക് സമീപത്തായി തൃക്കരിപ്പൂർ രാമവല്യം റെയിൽവേ അടിപ്പാതയ്ക്ക് നടപടികൾ പുരോഗമിക്കുന്നത്. സർവേകളും മണ്ണ് പരിശോധനയും പൂർത്തിയാക്കിയ നിർദ്ദിഷ്ട അടിപ്പാത ജനങ്ങളിൽ ആശങ്കയുണർത്തുകയാണ്. ഇളമ്പച്ചി തളിച്ചാലത്തെ അടിപ്പാതയിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് രാമവല്യം റെയിൽവേ ഗേറ്റ്. ഇതൊഴിവാക്കാനാണ് അടിപ്പാത പണിയുന്നത്. നെറ്റ്വർക്ക് വാർത്താ പരമ്പരയുടെ അവസാന ഭാഗം അടിതെറ്റുന്ന അടിപ്പാതകൾ. തലിച്ചാലം അടിപ്പാത വെള്ളക്കെട്ട് മൂലം യാത്ര ഇല്ലാതാക്കുമ്പോൾ ഇവിടെയും സമാന രീതിയിൽ സംഭവിച്ചാൽ നിലവിലുള്ള റെയിൽവേ ഗേറ്റ് വഴിയുള്ള യാത്ര പോലും മുടങ്ങുമോ എന്നതാണ് ഇതുവഴി കടന്നുപോകുന്നവരുടെയും പ്രദേശവാസികളുടെയും ആശങ്ക. തീരത്തുകൂടെ പോകുന്ന റെയിൽവേ പാതയ്ക്കടിയിൽ മേൽപ്പാലമല്ലാതെ അടിപ്പാത വിജയിക്കുക അപൂർവമാണെന്നാണ് ഇതുവരെയുള്ള നിർമ്മാണ പ്രവൃത്തി നടന്ന സ്ഥലങ്ങളിലെല്ലാം കാണാനാവുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വെള്ളക്കെട്ട് ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അടിപ്പാത എന്ന നിർദ്ദേശം അംഗീകരിക്കാമെന്നും ഇവർ പറയുന്നു. തൃക്കരിപ്പൂർ രാമവല്യം റെയിൽവേ ഗേറ്റിൽ അടിപ്പാത നിർമ്മാണത്തിനായി സർവേയും പ്രാഥമിക മണ്ണ് പരിശോധനയും 2 മാസം മുൻപേ പൂർത്തിയായി. തീരദേശ ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറുവത്തൂർ, പിലിക്കോട്, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റെയിൽപാതയിൽ വാഹനയാത്ര ലക്ഷ്യമിട്ട് ഇപ്പോൾ തന്നെ 3 അടിപ്പാതകൾ നിർമ്മിച്ച് ഉപയോഗശൂന്യമായിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെമ്പാടും കാവലുള്ളതും ഇല്ലാത്തതുമായ റെയിൽവേ ലെവൽ ക്രോസുകൾ അടച്ചുപൂട്ടുക എന്ന നയമനുസരിച്ചാണ് റെയിൽവേ അധികൃതർ പ്രാദേശിക ഭരണകൂടങ്ങളുടെ പിന്തുണയോടെ അടിപ്പാതകൾ വളരെ പെട്ടെന്ന് നിർമ്മിച്ചു വരുന്നത്. അപ്പോൾ അത് യാതൊരു കാരണവശാലും സക്സസ് ആകുമെന്ന് തോന്നുന്നില്ല. നമ്മളെ തൊട്ടടുത്തിൻ്റെ തലിച്ചാലം അണ്ടർ പാസേജ് വെള്ളം കെട്ടിക്കിടത്തി ഇപ്പോൾ വേനൽക്കാലമാണ്, എന്നിട്ട് പോലും വെള്ളം കെട്ടിക്കിടന്നിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ ഈ സ്ഥലത്ത് ഇങ്ങനെ വന്നാൽ പഴയ നമ്മളെ തലിച്ചാലത്തിൻ്റെ അതേ രീതിയിലേക്ക് മാറുമെന്നുള്ളൊരു എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്. അപ്പോൾ മേൽപ്പാലം വരുന്നതായിരിക്കും കൂടുതൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യലെന്നുള്ളൊരു ഇതാണ് കൂടുതൽ. വിജയകരമല്ലാത്ത അടിപ്പാതകൾ നിർമ്മിക്കാൻ ജനങ്ങളുടെ നികുതിപ്പണമായ കോടികൾ തുളച്ചുകൊണ്ടുള്ള പരീക്ഷണം ഇനിയും വേണമോ എന്ന ചോദ്യമാണ് എല്ലാവരിൽ നിന്നും ഉയരുന്നത്. അതേസമയം മേൽപ്പാലങ്ങളുടെ എണ്ണം കഴിയുന്നതും ചുരുക്കി നല്ല വീതിയിൽ ലിങ്ക് റോഡുകൾ നിർമ്മിച്ച് സമാന്തര സൗകര്യമൊരുക്കാൻ അടിപ്പാതയ്ക്കായി ചെലവിടുന്ന കോടികൾ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും മുന്നോട്ട് വന്നാൽ തീരദേശത്ത് പാളം കുരുക്കിടുന്ന 10,000ങ്ങളുടെ യാത്രാ ദുരിതം തീർക്കാൻ കഴിയുമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മുന്നറിയിപ്പില്ലാതെ റെയിൽവേ ഗേറ്റ് അടച്ചത് യാത്രക്കാർക്ക് ദുരിതമായി. തൃക്കരിപ്പൂർ രാമവല്യം ഗേറ്റ് വഴിയുള്ള യാത്രക്കാരാണ് അധികൃതരെ പഴിച്ച് മടങ്ങിയത്. വെള്ളിയാഴ്ച ഉച്ചയോടെ രാമവല്യം റെയിൽവേ ഗേറ്റ് വഴി വന്ന വാഹനയാത്രക്കാരാണ് ഗേറ്റ് അടച്ച് പാളത്തിൽ പ്രവൃത്തി നടക്കുന്ന കാഴ്ച കണ്ടത്. നിരവധി യാത്രക്കാരെ ഇത് വല്ലാതെ വലച്ചു. ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ ഗേറ്റ് പരിസരത്ത് എത്തിയപ്പോഴാണ് സ്ലാബ് അടക്കം മറിച്ചിട്ട നിലയിൽ വലിയ രീതിയിലുള്ള പ്രവൃത്തി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അടച്ചിടുന്ന കാര്യം സാധാരണ നിലയിൽ മുൻകൂട്ടി മാധ്യമങ്ങൾ വഴിയും മറ്റും ജനങ്ങളെ അറിയിക്കുകയാണ് പതിവ്. അതില്ലാഞ്ഞതിനാൽ ഓടിയെത്തിയ വാഹനക്കാർ ക്ഷുഭിതരാവുകയും പ്രതികരിക്കുകയും ചെയ്തു. നമുക്ക് പറയാനുള്ളത് നമ്മളെപ്പോലൊരു സാധാരണക്കാരനാണ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒരു മുന്നറിയിപ്പില്ലാതെ ഒരു നോട്ടീസ്, ഒരു ബോർഡ് പോലും ഇല്ലാതെ ഒരു ദിവസം വണ്ടി കൊണ്ട് വരുമ്പോൾ ഇവിടെ ഗേറ്റ് അടിച്ചിട്ട് പണി ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ മുന്നറിയിപ്പ് ഇല്ലാണ്ട് ഇത് എത്രയും പെട്ടെന്ന് അടിച്ചിട്ടാലും നമുക്കിപ്പോൾ അപ്പുറം എത്തേണ്ടതാണ്. നമ്മൾ വേറെ വഴിക്കേ പോട്ടെയായിരുന്നു. പിന്നെ ഇതെല്ലാം വളരെ മോശമാണ് പരിപാടിയല്ലോ. മുന്നറിയിപ്പില്ലാതെ ഗേറ്റ് അടച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അതിലും രസകരമായ മറുപടി ലഭിച്ചത്. ഒരു A4 പേപ്പറിൽ പേന കൊണ്ടെഴുതി ഗേറ്റിന്റെ ഒരു തൂണിൽ തൂക്കിയിട്ട കടലാസ് ചൂണ്ടി ജോലിയെടുക്കുന്ന തൊഴിലാളികൾ അതാ അവിടെ അറിയിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈയൊഴിയുകയും ചെയ്തു.
എല്ലാ വണ്ടികളും അവിടെ വന്നിറങ്ങി. ഭൂതക്കണ്ണാടി വെച്ചാൽ മാത്രമേ അറിയിപ്പ് വായിക്കാൻ സാധിക്കൂ. വെള്ളിയാഴ്ച പകൽ 11 മണി മുതൽ 2 മണി വരെ ഗേറ്റ് അടച്ചിടുമെന്ന് അതിൽ എഴുതിയതും വെള്ളിയാഴ്ച പകൽ 11 മണി മുതൽ 2 മണി വരെ ഗേറ്റ് അടച്ചിടുമെന്ന് അതിൽ എഴുതിയത് സത്യമാണ്. പക്ഷേ ഇവിടെ എത്തുന്ന യാത്രക്കാരുടെ ശ്രദ്ധയിൽ ഒരു തരത്തിലും പെടാതെ ഒരു ചടങ്ങിന് വേണ്ടിയുള്ള അറിയിപ്പ് മാത്രമായി മാറുകയായിരുന്നു അധികൃതരുടേത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കഴിഞ്ഞ ബജറ്റിൽ 45 ലക്ഷം രൂപ നീക്കിവെച്ച കൊടക്കാട്ടെ നാടൻ കലാഗ്രാമത്തെക്കുറിച്ച് ഇത്തവണ ബജറ്റിൽ പരാമർശമൊന്നുമില്ല. ഇതിനായി കണ്ടെത്തിയ സ്ഥലം പഴയ പോലെ കിടക്കുന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ പ്രതീകാത്മകമായി വെടിവെച്ച ഹിന്ദുത്വ ഭീകരതയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ഗോഡ്സെയെ പ്രതീകാത്മകമായി തൂക്കിലേറ്റി. നേരിടാൻ വേണ്ടിയുള്ള കേൾപ്പ് ഗാന്ധി മുന്നോട്ട് വെച്ച ദർശനങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ കാണുകയാണ്. ഗാന്ധിയെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, ഗോഡ്സെയെ തൂക്കിലേറ്റുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റ് വി കെ നിഷാദിന്റെ അധ്യക്ഷതയിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വിജിൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സരിൻ ശശി, എ വി രഞ്ജിത്ത്, ടി പി അനൂപ്, ബ്ലോക്ക് സെക്രട്ടറി ജി ലിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധിയുടെ ഘാതകനായ ഗോഡ്സെയെ പ്രതീകാത്മകമായി തൂക്കിലേറ്റി. കേരളത്തിലേക്കുള്ള വൈക്കോൽ കടത്ത് കർണാടക സർക്കാർ നിരോധിച്ചതോടെ ക്ഷീര കർഷകർ കടുത്ത പ്രതിസന്ധിയിലായി. മലബാറിലെ ഭൂരിഭാഗം കർഷകരും കർണാടക വൈക്കോലിനെ ആശ്രയിക്കുന്നവരാണ്. കാലിത്തീറ്റയുടെ വില വർധനവും വൈക്കോൽ ക്ഷാമവും ക്ഷീര കർഷകർക്ക് ഇരുട്ടടിയായി മാറി. കർണാടകയിലെ കുടക് ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈക്കോലിന്റെ 90% മലബാറിലേക്കാണ് എത്തുന്നത്. എന്നാൽ തദ്ദേശീയ കർഷകർക്ക് കുടകിൽ വൈക്കോൽ ക്ഷാമവും രൂക്ഷമായതോടെയാണ് കുടക് ജില്ലാ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയത്. കേരളത്തിലേക്ക് വൈക്കോൽ കടത്തുന്നതിനാൽ കുടകിലെ ക്ഷീരകർഷകർക്ക് ഉയർന്ന വിലയിൽ വൈക്കോൽ വാങ്ങിക്കേണ്ടി വരുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിരോധനം ഏർപ്പെടുത്തിയത്. നിരോധനം മാറ്റുന്നതിനായി വൈക്കോൽ കടത്ത് ഏജന്റുമാരും ചില കർഷകർ സംഘടനകളും കോടതിയെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ. കർണാടകയിൽ നിരോധനം വന്നതോടെ കേരളത്തിലെ ഗ്രാമങ്ങളിലെ നെൽകർഷകരുടെ കയ്യിൽ നിന്ന് വൈക്കോൽ ശേഖരിക്കുകയാണ് ജില്ലയിലെ ക്ഷീരകർഷകർ. നെൽകൃഷി പാടെ കർഷകർ ഒഴിവാക്കിയതും പ്രളയവും തുടർന്നുണ്ടായ വരൾച്ചയും കാരണം വൈക്കോൽ ക്ഷാമത്തിന് കാരണമായി. കുടകിൽ വൈക്കോലിൻ്റെ ഒരു കെട്ടിന് 10 രൂപയാണെങ്കിൽ കേരളത്തിലെത്തുമ്പോൾ 30-45 രൂപയായി മാറുന്നു. ഈ പുല്ലിന് ഇവിടെ കേരളത്തിലെ മൊത്തം ക്ഷാമമാണ്. വരുന്ന പുല്ലുമില്ല, ഇങ്ങോട്ട് പണ്ടേ വരലില്ല രാമതളി ഭാഗത്തേക്ക്. ഇപ്പോൾ ഈ പുല്ല് മുണ്ടോൻ ഉണ്ടായതുകൊണ്ട് നമ്മളും കുറേ അഡ്ജസ്റ്റ് ആക്കുന്നു. ഈ പച്ച പുല്ലെല്ലാം എരിഞ്ഞിട്ട് ഉണക്കിയിട്ട് അത് കൂലിയെല്ലാം കണക്ക് തന്നെ. പക്ഷെ എന്നാലും മറ്റേത് സാധനം കിട്ടലേ ഇല്ല. 14 രൂപയിലും വരുന്നുണ്ടല്ലോ ഒരു കറ്റക്ക് എന്ന്. ഇത് ഇപ്പോൾ അതിലും അധികം ഡബിൾ ഉണ്ടാവും. ഇപ്പോൾ പുണ്ണാക്കിനാണെങ്കിൽ ഇപ്പം 1 കിലോ പുണ്ണാക്കിന് 40-41 രൂപയും പുണ്ണാക്കിനുണ്ട്. കടല പുണ്ണാക്കിന്. തേങ്ങാ പുണ്ണാക്കിനാണെങ്കിൽ 28-29 രൂപ അതിനുണ്ട്. തീറ്റക്കാണ് 30 രൂപയിൽ മേലെ വരും. ഇപ്പം ഒരു ചാക്കിന് 1,050 രൂപയെങ്ങാറ്റാണ് ഒരു ചാക്ക് തീറ്റക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ കർഷകർ തീരെ എന്നാ പറയേണ്ടത്, ഇത് ഒഴിവാക്കണം എന്നില്ല നിലയിലേക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നിപ്പോൾ. കേരളത്തിൽ നെൽകൃഷി കുറഞ്ഞു വരുന്ന പക്ഷം ക്ഷീരകർഷകർ കൂടുതൽ ദുരിതം പേറേണ്ട അവസ്ഥയിലായിരിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേര കർഷകർക്ക് ആശ്വാസമേകി തേങ്ങ വിലയും വെളിച്ചെണ്ണ വിലയും കുത്തനെ ഉയരുന്നു. നാളികേര വില 50-നടുത്തും വെളിച്ചെണ്ണ വില 200-നടുത്തും എത്തി നിൽക്കുകയാണ്. ഒരു വർഷം മുൻപാണ് തേങ്ങയ്ക്ക് 50 രൂപയ്ക്കടുത്ത് വിലയെത്തിയത്. പിന്നീട് 35ലേക്ക് താഴുകയായിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തേങ്ങ വരവ് കൂടിയതോടെയാണ് തേങ്ങ വില കൂപ്പുകുത്തിയത്. എന്നാൽ വേനൽ ശക്തമായതോടെ തേങ്ങയുടെ വരവും കുറഞ്ഞു. ഇതോടെയാണ് വീണ്ടും വില ഉയർന്നിരിക്കുന്നത്. 1 കിലോ തേങ്ങയ്ക്ക് 50 രൂപ വരെ എത്തിയിട്ടുണ്ട്. ഇനിയും ഉയരാനാണ് സാധ്യതയെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ആഭ്യന്തര ഉൽപ്പാദനവും ഗണ്യമായി കുറഞ്ഞു. കരിക്ക് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതും വിലവർധനവിന് കാരണമായിട്ടുണ്ട്. വെളിച്ചെണ്ണ മൊത്തവില 170 രൂപയാണെങ്കിലും പല പേരും പറഞ്ഞ് തോന്നിയ പോലെ വില ഈടാക്കുന്നവരുമുണ്ട്. വെളിച്ചെണ്ണ വിപണിയിൽ പരിശോധനയുണ്ടെങ്കിലും മായം കലർന്ന വെളിച്ചെണ്ണയ്ക്ക് വിപണിയിൽ ഒരു കുറവുമില്ലെന്നും പറയപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ദേശീയ പ്രസ്ഥാന പാരമ്പര്യത്തിൽ പിറവിയെടുത്ത പയ്യന്നൂർ കാരയിൽ ലാൽ ബഹദൂർ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ കെട്ടിടോദ്ഘാടനം ഞായറാഴ്ച നടക്കും. പ്രശസ്ത സാഹിത്യകാരൻ N. പ്രഭാകരൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
കഴിഞ്ഞ അരനൂറ്റാണ്ടായി കാരിയിൽ ദേശത്തിന് വൈജ്ഞാനികവും സാംസ്കാരികവുമായ ഇടങ്ങളിൽ വെളിച്ചം പകരുന്ന വായനശാലയുടെ പുതിയ കെട്ടിടം ഏറെ പുതുമയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വേൾഡ് ക്ലാസിക്കുകൾ ഉൾപ്പെടെ 400-ലധികം പുസ്തകങ്ങളുടെ പുറംചട്ടകൾ തനത് വർണ്ണത്തിലും അക്ഷരവടിവിലും കെട്ടിടത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. വായനശാലയിൽ സ്ഥാപിക്കുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അർദ്ധകായ പ്രതിമ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അനാവരണം ചെയ്യും. വായനശാല സ്ഥാപക പ്രസിഡന്റ് VP അപ്പു പൊതുവാളിന്റെ സ്മരണയിൽ സ്ഥാപിക്കുന്ന റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി PK ബൈജുവും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വായനശാല പ്രസിഡന്റ് അപ്പുക്കുട്ടൻ കാരിയിൽ, സെക്രട്ടറി V രതീശൻ, M ബഷീർ, O ജനാർദ്ദനൻ, KP മുരളീധരൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓലയമ്പാടി മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇടവലത്ത് പൊടിയൂർ മനക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെയും ശിവക്ഷേത്രം തന്ത്രി കാളകാട്ടിലത്ത് മധുസൂദനൻ തിരുമുമ്പിന്റെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ജനുവരി 30 മുതൽ ഫെബ്രുവരി 5 വരെ 7 നാളുകളിലായി നടക്കുന്ന ഓലയമ്പാടി മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. സഹസ്രദീപം തെളിയിക്കൽ, അരിയളവ് എന്നിവ നടന്നു. തുടർന്ന് ക്ഷേത്രം തന്ത്രി ഇടവലത്ത് പൊടിയൂർ മനക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെയും ശിവക്ഷേത്രം തന്ത്രി കാളകാട്ടില്ലത്ത് മധുസൂദനൻ തിരുമുമ്പിന്റെയും കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറിയത്. നിരവധി പേർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് തിരുവാതിര, ക്ലാസിക്കൽ ഡാൻസ് എന്നിവ നടന്നു. ഫെബ്രുവരി 5 നടക്കുന്ന ആറാട്ടോടെ ക്ഷേത്ര മഹോത്സവത്തിന് സമാപനമാകും. മമ്മൂട്ടി ചിത്രമായ പേരൻപിന് തിയേറ്ററുകളിൽ വൻ വരവേൽപ്പ്. പയ്യന്നൂർ ശാന്തി തിയേറ്ററിൽ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യ പ്രദർശനത്തിൽ ചലച്ചിത്ര താരം രമേഷ് പിഷാരടി പങ്കെടുത്തു. പിലാത്തറ ഹോപ്പിലെ അന്തേവാസികളും പ്രദർശനത്തിന് എത്തി. മമ്മൂട്ടിയുടെ തമിഴ് ചിത്രമായ പേരൻപിന് തിയേറ്ററുകളിൽ വൻ വരവേൽപ്പാണ് നടന്നത്. പയ്യന്നൂർ ശാന്തി തിയേറ്ററിൽ നടന്ന പരിപാടിക്ക് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് നേതൃത്വം നൽകി. പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിയ നടനും സംവിധായകനുമായ രമേഷ് പിഷാരടി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. പേരൻപ് എന്ന് പറയുന്ന ഈ ചിത്രം ഞാൻ കണ്ടതാണ്. ഞങ്ങൾ എറണാകുളത്ത് ലുലു മാളിൽ മലയാളത്തിലെ ചലച്ചിത്ര പ്രവർത്തകരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തു. ഞാൻ ഈ സിനിമ കണ്ടു. സിനിമകൾ വിനോദത്തിനാണ്, വിജ്ഞാനത്തിനാണ്, സർവോപരി അതിൻ്റെ വാണിജ്യപരതയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോഴും വളരെ കുറച്ച് സിനിമകളാണ് ഈ ഞാൻ പറഞ്ഞ 3 ഘടകങ്ങൾക്കും അപ്പുറം മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അത് നമുക്കെപ്പോൾ ഒരു നടൻ, ഒരു വലിയ നടൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള പ്രമേയങ്ങളും ഇത്തരത്തിലുള്ള വിഷയങ്ങളും ജനങ്ങളിലേക്ക് എത്താതെ പോകും. ഒരുപാട് നല്ല സിനിമകൾ അങ്ങനെ പോയിട്ടുണ്ട്. പയ്യന്നൂർ CI വിനോദ് കുമാർ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി K പ്രകാശൻ, അഖിൽ കുഞ്ഞുമംഗലം, രാഹുൽ കാലിക്കടവ്, സുൽഫി പയ്യന്നൂർ, ദിനേശ് ബാബു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് ശാന്തി തിയേറ്ററിൽ ആരാധകരെ സ്വീകരിച്ചത്. ചീമേനി, സ്നേഹതീരം, പിലാത്തറ ഹോപ്പ് എന്നിവിടങ്ങളിലെ അന്തേവാസികളെയും ജീവനക്കാരെയും പങ്കെടുപ്പിച്ചാണ് ആദ്യ പ്രദർശനമെന്നത് ഏറെ പ്രത്യേകതയുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയാ. നിങ്ങൾ എത്ര ആള് വന്നിന്? പലർക്കും മമ്മൂട്ടിയുടെ സിനിമ ഇഷ്ടപ്പെട്ടതായ ഇവർ പറയുന്നു. കേരളം മാത്രമല്ല തെന്നിന്ത്യയാകെ കാത്തിരിക്കുകയായിരുന്നു മമ്മൂട്ടി ചിത്രമായ പേരൻപിന്. അമുതവനായി മമ്മൂക്ക പകർന്നാടിയ കഥാപാത്രത്തെ ബിഗ് സ്ക്രീനിൽ കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്നവർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകിയത്. സൂപ്പർ സ്റ്റാറിന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഇതെന്ന് ചിത്രം ഇറങ്ങുന്നതിനു മുമ്പ് തന്നെ പ്രേക്ഷകർ വിധിയെഴുതിയിരുന്നു. എന്നാൽ അത് സത്യമാണെന്ന് തെളിയിക്കുകയായിരുന്നു ചിത്രം റിലീസായപ്പോൾ. റോട്ടർഡാം ഉൾപ്പെടെയുള്ള ചലച്ചിത്രമേളയിൽ മികച്ച അഭിപ്രായം നേടിയിരുന്നു. ദേശീയ പുരസ്കാര ജേതാവായ റാം സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ അഞ്ജലി അമീർ, സാധന, സമുദ്രക്കനി എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്.
2 വർഷങ്ങൾക്ക് മുമ്പെയാണ് ചിത്രീകരണം നടന്നത്. യുവാൻ ശങ്കർ രാജയാണ് സംഗീതമൊരുക്കിയിരിക്കുന്നത്. അച്ഛന്റെയും മകളുടെയും ജീവിതം പ്രകൃതിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ 12 അധ്യായങ്ങളായി പറഞ്ഞിരിക്കുകയാണ് റാം. വൈകാരിക മുഹൂർത്തങ്ങളാണ് പേരൻപിൽ റാം അവതരിപ്പിക്കുന്നത്. സ്പാറ്റിക് പാരാലിസ് എന്ന ശാരീരിക മാനസികാവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് അമുതൻ എന്ന മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം. മകളെയും തന്നെയും ഉപേക്ഷിച്ചു പോകുന്ന ഭാര്യ, മകളുടെ സംരക്ഷണം പൂർണ്ണമായും അയാളിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യമാണ് പിന്നീട് വന്നു ചേർന്നത്. ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്ന മകൾ കൗമാരത്തിലേക്ക് കടന്നെടുക്കുന്ന സാഹചര്യത്തിൽ ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ അമുതൻ നേരിടുന്ന മാനസിക സംഘർഷമാണ് പേരൻപിന്റെ കഥാതന്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശാന്തിയിലേക്ക് ഫസ്റ്റ് ഷോ ഇവിടെ ഹോപ്പിലെ ചാരിറ്റബിൾ ട്രസ്റ്റും അതുപോലെ തന്നെ ചീമേനിയിലെ ട്രസ്റ്റിൽ നിന്നുമെല്ലാം പിന്നെ കുട്ടികളെ ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫസ്റ്റ് ഷോ ഏകദേശം 100-100ഓളം കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരോടൊന്നിച്ച് ആഘോഷിക്കാനാണ് മമ്മൂക്ക ഫാൻസ് ഇന്ന് പിന്നെ ചെറുതാഴം രാഘവപുരം ക്ഷേത്രോത്സവം ഫെബ്രുവരി 3-ന് ആരംഭിക്കും. ക്ഷേത്രോത്സവത്തിന്റെയും ഊട്ടുപുര ഉദ്ഘാടനത്തിന്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന്റെ ആദ്യ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി അതിമനോഹരമായ ഏകദേശം 50 ലക്ഷത്തിലധികം രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ച ഊട്ടുപുര അവിടെ നമുക്ക് കാണാൻ കഴിയും. കരുമാരത്തില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം. തുടർന്ന് സാംസ്കാരിക സമ്മേളനവും ജ്ഞാനപ്പാന നൃത്തശില്പവും ഉണ്ടാകും. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ഗജവീരന്മാരുടെ അകമ്പടിയോടെയും പഞ്ചവാദ്യത്തോടും കൂടിയ കാഴ്ച ശീവേലി. തുടർന്ന് 4 തിടമ്പുകൾ ഒരേ താളത്തിലുള്ള തിടമ്പു നൃത്തം. ഫെബ്രുവരി 7-ന് തിരുമുൽ കാഴ്ച, 9-ന് പള്ളിവേട്ട, 10-ന് കാലത്ത് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട്, തുടർന്ന് ആറാട്ടു സദ്യ. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഭജന, ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളൽ, കഥകളി തുടങ്ങിയ ക്ഷേത്രകലകളും വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഫെബ്രുവരി 3-ന് ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഊട്ടുപുരയുടെ ഉദ്ഘാടനം തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പിലാത്തറയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ AD നമ്പ്യാർ, CN വേണുഗോപാലൻ, SA രാജഗോപാലൻ, VV ജനാർദ്ദനൻ, TV ശോഭ, KV ഗോകുലാനന്ദൻ തുടങ്ങിയവർ അറിയിച്ചു. മാറ്റൊലി സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ. ജനക്ഷേമകരമായ പ്രവർത്തനത്തിന് വേണ്ട ഫണ്ടുണ്ടാക്കാൻ പുതിയ നികുതികൾ വേണ്ടിവരും. അതില്ലാതെ ആവില്ല. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റിൽ ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ വെള്ളപ്പൊക്ക ദുരിത നിവാരണം, അതിനും വേണ്ടത്ര ഫണ്ട് വേണം. ആ നിലക്ക് കുറച്ച് വിലക്കയറ്റമൊക്കെ ഉണ്ടാവും, നിത്യജീവിതത്തെ ബാധിക്കും. എന്നിരുന്നാലും പിന്നെ പെൻഷൻ കൊടുത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു, മറ്റ് സ്ത്രീകൾക്കുമൊക്കെ ആനുകൂല്യങ്ങൾ കൊടുത്തു എല്ലാം നോക്കും. അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗസ്ഥന്മാർക്കും പെൻഷന്മാർക്കും എല്ലാം ഏപ്രിലിൽ DR ബാക്കിയുള്ളതെല്ലാം മുഴുവൻ കൊടുക്കുന്നു പറഞ്ഞു. ഇതൊക്കെ വളരെ എല്ലാവർക്കും തൃപ്തികരമായ കാര്യമാണ്. കേരളം പ്രളയം കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ഇപ്പോഴത്തെ ബഡ്ജറ്റ് അത് കേരളം രക്ഷപ്പെടാൻ കൂടിയുള്ള ഒരു മാർഗ്ഗമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ പ്രളയത്തെപ്പറ്റി പറഞ്ഞാൽ ഈ ബഡ്ജറ്റിനെ പറ്റി പറഞ്ഞാൽ നല്ല ഒരു ബഡ്ജറ്റാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രളയത്തിൽ കരുതി മത്സ്യത്തൊഴിലാളികളും ഒരു ഗുണപ്രദമായ രീതിയാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കരമായ ചരിത്രം കുറിച്ച ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. എല്ലാ മേഖലയിലും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ LDF ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ ബജറ്റിൻ്റെ ഇത്രയും നല്ല ഒരു രീതിയിലുള്ള ബജറ്റ് തോമസ് ഐസക് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനെ ആശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. കേരളത്തിലെയും കേന്ദ്രത്തിൻ്റെയും രണ്ട് ബജറ്റും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണ്. ഇത്ര ജനദ്രോഹപരമായ ഒരു ബജറ്റ് അടുത്ത കാലത്ത് നിന്നുണ്ടായിട്ടില്ല. അതിൻ്റെ തെളിവ് തന്നെ നമ്മുടെ MLA-മാർ, പ്രതിപക്ഷത്തെ MLA-മാരൊക്കെ തെളിവ് സഹിതം പറഞ്ഞിട്ടുന്നില്ല. വളരെ വളരെ വ്യക്തമാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കുകയില്ല. ഇത് പരിപൂർണ്ണ ജനദ്രോഹപരമാണ്. ഇത് ഇലക്ഷൻ ലൈൻ വെച്ചിട്ട് കേന്ദ്രത്തിൻ്റെ പരിപാടി. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തൃക്കരിപ്പൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് TV കോരൻ നിര്യാതനായി.
വെള്ളിയാഴ്ച പുലർച്ചെ തൃക്കരിപ്പൂർ ടൗണിലെ വസതിയിലായിരുന്നു അന്ത്യം. കേരള നിയമസഭ ആദ്യ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രം കൂടിയായിരുന്നു TV കോരന്റെ ജീവിതം. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് രഹിത പഞ്ചായത്തായി പിലിക്കോട് ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിൽ നടപ്പാക്കിയ ഊർജ്ജയാനം പദ്ധതി സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കാൻ സർക്കാർ തീരുമാനം. സർവീസിൽ വരുമാനം ഉയർത്തിയിട്ടും വിവാദങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും KSRTCക്ക് പഞ്ഞമില്ല. കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിൽ KSRTC ബസ്സുകൾ ഓടുന്നത് തോന്നിയപടി. പ്രവൃത്തി പൂർത്തീകരിച്ച അടിപ്പാതകൾ തന്നെ ചോദ്യചിഹ്നങ്ങളാകുമ്പോഴാണ് തൃക്കരിപ്പൂരിൽ ഇളമ്പച്ചി തലിച്ചാലം അടിപ്പാതയ്ക്ക് സമീപത്തായി തൃക്കരിപ്പൂർ രാമവില്യം റെയിൽവേ അടിപ്പാതയ്ക്ക് നടപടികൾ പുരോഗമിക്കുന്നത്. സർവേകളും മണ്ണ് പരിശോധനയും പൂർത്തിയാക്കിയ നിർദ്ദിഷ്ട അടിപ്പാത ജനങ്ങളിൽ ആശങ്കയുണർത്തുകയാണ്. കേരളത്തിലേക്കുള്ള വൈക്കോൽ കടത്ത് കർണാടക സർക്കാർ നിരോധിച്ചതോടെ ക്ഷീര കർഷകർ കടുത്ത പ്രതിസന്ധിയിലായി. മലബാറിന്റെ ഭൂരിഭാഗം കർഷകരും കർണാടക വൈക്കോലിനെ ആശ്രയിക്കുന്നവരാണ്. വാർത്താ നേരം പൂർണ്ണമാകുന്നു. നമസ്കാരം.